ശ്ലോകം 9. യേ സ്വപ്രകൃത്യനുഗുണ ഗിരിശം ഭജന്തേ. ഓരോരുത്തരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് ദേവന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ശിവനെ ഭജിച്ചവർ ഈ ജന്മത്തിലും അത് ഭജിക്കും. സ്വപ്രകൃത്യനുഗുണ, അവരുടെ പ്രകൃതിക്കനുസരിച്ച്. ഗിരിശം ഭജന്തേ, അങ്ങനെ ഏതൊരുത്തരാണോ ശിവനെ ഇവിടെ ഭജിക്കുന്നത്. എന്തുകൊണ്ട് അവർ ശിവനെ ഭജിക്കുന്നു? കഴിഞ്ഞ ജന്മത്തിൽ ശിവനെ ഭജിച്ചിരുന്നു. അപ്പോൾ ശിവനെയാണ് അവർ അംഗീകരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ശിവനിൽ ശ്രദ്ധ ഉറയ്ക്കണം. അതാണ്. അതിനു വേണ്ടിയിട്ട് ദൃഢയാ തദീയ ഭക്തിയ ഏവ, ഉറച്ച ഭക്തി, തദീയ ഭക്തിയ, അദ്ദേഹത്തിലുള്ള ഭക്തി. അതെങ്ങനെ ദൃഢമാവണം? അതിനുവേണ്ടി അവർക്ക് ആ ഫലം കിട്ടണ്ടേ, ഒടുവിൽ മുക്തി കിട്ടണ്ടേ. അതാണ്. ആ ഫലം കിട്ടാൻ വേണ്ടി ശിവനെക്കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇനി പറഞ്ഞുകൊണ്ട് വരുന്നത്. വ്യാസഭഗവാൻ അങ്ങനെയുള്ള ഭക്തന്മാരെ ഉദ്ദേശിച്ച് അധികാരിഹേതോഹോ, അധികാരികൾക്ക് വേണ്ടി. ആരധികാരികൾ? ഏത് ദേവനെ ഭജിക്കുന്നുവോ ആ ദേവനെ കഴിഞ്ഞ ജന്മത്തിൽ ഭജിച്ചവർ ഈ ജന്മത്തിൽ അവരെ തന്നെ ഭജിച്ച് ഫലം കിട്ടാൻ വേണ്ടി, ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ എന്ത് ചെയ്തു? ശിവൻ്റെ പുരാണങ്ങൾ, സ്കാന്ദപുരാണം മുതലായത് ശിവൻ്റെ പുരാണങ്ങളാണ്. സ്കാന്ദാദികേഷു, സ്കാന്ദപുരാണത്തിൽ തവഹാനിവചഃ, അങ്ങക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതായ വാക്കുകൾ, ഹാനിവചഃ, ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന വാക്കുകൾ. എങ്ങനെയാണ് പ്രയോഗിച്ചത്? അർത്ഥവാദൈഹി, അർത്ഥവാദങ്ങളെ കൊണ്ട് വിഷ്ണുവല്ല ശിവനാണ് ശ്രേഷ്ഠൻ എന്ന് വരുത്തി തീർത്തു അർത്ഥം. അതെന്തിനു വേണ്ടി? ശിവനെ ഭജിക്കുന്നവർക്ക് ശിവനിൽ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏത് ദേവനെ ഭജിച്ചാലും വിരോധമില്ല. ഏത് ദേവനാണ് ഇഷ്ടമെന്ന് നമുക്ക് തോന്നുന്നത് ആ ദേവനെ ഭജിച്ചോളൂ. ആ ദേവനിൽ ഉള്ളതായ ശ്രദ്ധയെ ഈ ഗുരുവായൂരപ്പൻ ഉറപ്പിച്ചു തരും. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നതാണ്. ഏതൊരുത്തരാണോ ഏതേത് രൂപത്തിനെ ഭജിക്കുന്നുവോ, യാം യാം തനും, ദേവൻ തന്നെ വേണമെന്നില്ല, തനു, ഒരു രൂപത്തിനെ മതി, ശരീരം. അവർക്ക് ആ രൂപത്തിൽ ഭഗവാൻ ശ്രദ്ധയുണ്ടാക്കി കൊടുക്കണം. ആ ശ്രദ്ധയോടുകൂടി ഭജിച്ചാൽ അവർക്ക് ഒടുവിൽ മോക്ഷം കിട്ടുന്നു. അതാണ്. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യ ആരാധനമീഹതേ. ആ ശ്രദ്ധയോടുകൂടി ആ ദേവനെ ഒരു ഭജിക്കാൻ തുടങ്ങുന്നു. ആ ദേവൻ അവരെ അനുഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ആരാ അനുഗ്രഹിക്കുന്നത്? മയൈവ വിഹിതാൻ ഹിതാൻ. ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ ബ്രഹ്മൻ തന്നെയാണ് അവരെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും അവരുടെ ഗുണങ്ങൾക്കനുസരിച്ച്
ശിവനെ ഭജിക്കുന്നു. ആ ഗുണം കഴിഞ്ഞ ജന്മത്തിൽ നിന്നുണ്ടായതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയായി തീർന്നാണ്. സ്വപ്രകൃതി അനുഗുണ. ആ പ്രകൃതിക്കനുസരിച്ച് അവർ ശിവനെ ഭജിക്കുന്നു. അവർക്ക് ദൃഢമായിട്ടുള്ള ഉറച്ചതായ ആ ദേവനിൽ ഭക്തി ഉണ്ടാവുന്നു. ഫലം ഹി, അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യുന്നു. മുക്തി ഒടുവിൽ ലഭിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വ്യാസൻ എന്താ ചെയ്ത്? അധികാരി ഹേതോഹോ, ശിവനെ ഭജിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ശിവൻ്റെ പുരാണങ്ങൾ, 6 പുരാണമാണ് ശിവന്. 18 പുരാണത്തിൽ 6 ബ്രഹ്മാവിന്, 6 വിഷ്ണുവിന്, 6 ശിവന്. ശിവൻ്റെ പുരാണങ്ങളിൽ വിഷ്ണുവിനെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതാ തവ ഹാനിവചഹ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്ന വിധത്തിൽ, ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന വിധത്തിൽ പറയുകയുണ്ടായി. എങ്ങനെയത് പറഞ്ഞത്? അർത്ഥവാദൈഹി. എന്താ അർത്ഥവാദം? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് ദേവനെ ഭജിച്ചാലും വിരോധമില്ല. ആ ദേവനിൽ നമ്മുടെ വിശ്വാസം ഉറയ്ക്കണം. വിശ്വാസം ഉറച്ചാൽ ആ ദേവനിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കുന്നു, മുക്തി ലഭിക്കുന്നു. ആചാര്യന്മാർ ഒരു കഥ പറയും. ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി, ഗുരു, എനിക്കൊരു മന്ത്രം പറഞ്ഞു തരൂ. വൈകുന്നേരത്താണ് പോയത്. നാളെ വന്നു, നാളെ രാവിലെ വന്നു. എന്തെങ്കിലും ദക്ഷിണയും കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയി. ഒന്നുമില്ല, കാശൊന്നുമില്ല. അന്ന് കാണാം അരയണ പോലും ഇല്ല. നോക്കിയപ്പോൾ പള്ളം എന്ന് പറയും. പള്ളത്തിൽ ഈ പച്ചക്കറി ഉണ്ടാക്കുന്നതിനെയാണ് പള്ളം എന്ന് പറയുന്നത്. കുമ്പളങ്ങ നന്നായിട്ട് വലിയ കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ രാത്രി തന്നെ ഒരു വലിയ കുമ്പളങ്ങ മുറിച്ചെടുത്ത് വെച്ചു. രാവിലെ നേരത്തെ ഗുരു എഴുന്നേറ്റ ഉടനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കുമ്പളിൽ കൊണ്ട് അങ്ങോട്ട് വെച്ചു. എന്താ ദക്ഷിണ വിധി കൂഷ്മാണ്ഡം. ഒറ്റ ഓട്ടം. എടാ കുമ്പളങ്ങയാണോ ദക്ഷിണയാണ് തരിക എന്നാണ് ചോദിച്ചത്. എടാ വിധി, നീ കുഷ്മാണ്ഡമാണോ കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവനത് മന്ത്രമായിട്ട് എടുത്തു. വിധി കുഷ്മാണ്ഡം. വിധി കുഷ്മാണ്ഡം ജപിച്ച് അവൻ വലിയ ആളായി. അതിനെക്കുറിച്ച് ഈ ആചാര്യന് പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയൊരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം അദ്ദേഹത്തിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ പോയി പറയണേ തൻ്റെ ഈ ശിഷ്യൻ തന്നെയാണ്. വിഡ്ഢിക്കുഷ്മാണ്ഡം എന്ന് പറഞ്ഞിട്ട് അവൻ ഈ തത്വത്തിനെ സാക്ഷാത്കരിച്ചു. അപ്പോൾ വിശ്വാസമാണ് വേണ്ടത്. അധികാരി ഹേതു അതാണ് ഇവിടെ പറഞ്ഞത്. ഹാനിവചഃ അർത്ഥവാദേഹി കൃതവാൻ ചെയ്തു. വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശിവനെ ശ്രേഷ്ഠനായിട്ടും വിഷ്ണുവിനെ താഴ്ന്നവനായിട്ടും ശൈവപുരാണങ്ങളിൽ വേദവ്യാസൻ വർണ്ണിക്കുകയുണ്ടായി. വിഷ്ണു ശ്രേഷ്ഠനല്ലാതെയാണോ? അല്ല. അവന് ആ ശിവനെ ഭജിക്കുന്നവർക്ക് വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടി. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് വിഡ്ഢി കുഷ്മാണ്ഡം. അത് അവനത് മന്ത്രമായിട്ട് എടുത്തു. ശ്രദ്ധയോടുകൂടി ഭജിച്ചു. 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ഭജിച്ചിട്ടുണ്ടാവും. അവൻ സിദ്ധികൾ നേടി.
അപ്പോൾ എന്തിനാണ് ഈ അർത്ഥവാദങ്ങൾ വെച്ചത് എന്നുള്ളതായ സംശയം പല ആൾക്കാർക്കുണ്ടാവും. ആരാണോ ആ ശിവനെ ഭജിക്കുന്നത് അവരുടെ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്, അയാളുടെ വിഷുവിന് ദോഷമുണ്ടായിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അർത്ഥവാദം? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്.